നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ഗറാഷിൽ ഒരു സപ്ലൈക്ക് വേണ്ടി ചെന്നാണ്. അപ്പോൾ ആശാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. ആശാൻ്റെ മകനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പയ്യനാണ്. അപ്പോൾ ഞാൻ ചോദിച്ച് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു +2 പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഇതിലെങ്കിലും ഞാനൊരു താല്പര്യത്തോട് ഒരു ജിജ്ഞാസയോട് ചോദിച്ചു, ഏതാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ചോദിച്ചപ്പോൾ പുള്ളി കൊമേഴ്സാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആൾ ഈ ഫീൽഡിലേക്ക് വരാൻ തയ്യാറില്ല. അതുകൊണ്ടാണല്ലോ നമ്മളായിട്ടൊരു ബന്ധമില്ലാത്ത കൊമേഴ്സ് പോയി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അച്ഛൻ്റെ ഫീൽഡായിട്ട് ബന്ധം താല്പര്യമൊന്നുമില്ലേ എന്ന് ചോദിച്ച്. അപ്പോൾ പറഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഞാൻ BBA ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ MBA ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ ഈ ഓട്ടോമോട്ടീവ് ഫീൽഡിലേക്ക് തന്നെയാണ് വരാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഒരു 16-17 വയസ്സ് മാത്രമുള്ള ആൾ ഓൾറെഡി സെറ്റ് ചെയ്ത് നമ്മുടെ എല്ലാവരും താഴ്ത്തിയും ഇകഴ്ത്തിയും കാണുന്ന മേഖലയിലേക്ക് വരാൻ തയ്യാറായി. അതായത് നമ്മുടെ മേഖലകളിലെ 90% പേരും നമ്മളുടെ പിന്തുടർച്ചാവകാശികൾ ആരെയും തന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവകാശികൾക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതേപോലൊരു യുവതലമുറ, പുള്ളി ജൻസിയാണല്ലോ, കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്തെങ്കിലും അതിലൊരു താല്പര്യം കാണുന്നുണ്ടാവും. ഒന്നില്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ബിസിനസ് കൊള്ളാമെന്ന് അവന് തോന്നിയും എനിക്കിത് തുടർന്നാൽ എനിക്ക് ഗുണമുണ്ടാവുമെന്ന് അവന് തോന്നുന്നുണ്ടാകാം. സാധാരണ ഇതിൽ അച്ഛൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രം കണ്ടു വളരുന്ന മക്കളും എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വേറെ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന അച്ഛന്മാരുമാണ് നമ്മുടെ മേഖലയിലുള്ളത്. നമ്മളിൽ കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ നന്മ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ തന്നെ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എപ്പോഴും വിജയിക്കണമെന്നൊന്നുമില്ല കേട്ടോ. കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ സാധാരണ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എങ്കിലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതാർക്കും വേണ്ടാത്ത മേഖലയല്ല, എല്ലാവർക്കും വേണ്ടാത്ത രീതിയിൽ നമ്മളാക്കി തീർത്തതാണ്. നമ്മളുടെ ഡിമാൻഡ് നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ പേരിലുള്ള യാതനകളാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്.